എന്തായാലും UDF മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുക. അവർ വളരെ മുന്നേ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് പലരും അത് കാത്തുനിന്നത്. കാരണം അതിൻ്റെ ഫലം ഏത് തരത്തിലേക്ക് മാറും എന്നുള്ളത് നോക്കിയിട്ടാകാം എന്ന് കരുതിയതാണ്. ഈ മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ UDF ആരെയാ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് LDFിലുള്ള ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസിനെ തന്നെയാണ്. അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് വേറെ ആരും വരാനില്ല. വന്നാൽ തന്നെയും ഒറ്റയാൾ പട്ടാളമായിട്ടുള്ള ഘടകകക്ഷികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ LDFിൽ മറ്റാരുമില്ല. ഇപ്പം നമുക്കറിയാം UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ടതല്ല അതിപ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അത്രയും അതിപ്രാധാന്യമുള്ള ഒരു ഘടകകക്ഷി എന്ന് പറയുന്നത് LDFിലില്ല. LDFിൽ ഉണ്ട്, CPI ഉണ്ട്. CPI എന്ന് പറയുന്നത് CPMൻ്റെ കാൽക്കീഴിൽ കിടക്കുന്ന ഒരു പാർട്ടി മാത്രമാണ്. അത് CPM പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന, അല്ലാതെ യാതൊരു തരത്തിലുള്ള അസ്തിത്വവും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് CPI. അവരെന്തായാലും ഈ LDF വിട്ട് UDFിലേക്ക് വരില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം അവിടെ കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരം, അവിടെ അംഗീകാരം എത്രയുണ്ടെന്ന് നമുക്കറിയാം. ആ അംഗീകാരം ഒരിക്കലും UDFിനകത്ത് കിട്ടത്തില്ല. കാരണം ഇവിടെ ലീഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാർക്കും പ്രാധാന്യം. അതുകൊണ്ട് CPIയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ജീവനാന്തം അവിടെ തന്നെ കഴിയുക എന്നുള്ളതാണ്. അതിനിനിയും CPIക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ആയുസ്സുമില്ല. ആയുസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള 10-100 വർഷമായി തുടങ്ങിയിട്ട്, പക്ഷെ സ്ഥിതി ഇങ്ങനെ ആയി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ UDF മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ ആരെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ് മാണിയെയാണ് തന്നെയാണ്. 2021 അങ്ങോട്ടേക്ക് പോയി എങ്കിലും ഏതാണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു 2.5 വർഷം പിന്നിടുമ്പോൾ തന്നെ ഇപ്പുറത്ത് ചർച്ചകൾ പലതും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ചില ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ അത് മുഴുവൻ UDFിന് അനുകൂലമായി തീരുകയാണ് ചെയ്തിട്ടുള്ളത്. സിറ്റിംഗ് സീറ്റുകളിലൊക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നമുക്കറിയാം, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരുടെ ഭൂരിപക്ഷം ഉയർത്തി എന്നുള്ളതാണ്. നിലമ്പൂരിൽ മാത്രം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂരിപക്ഷം ഉയർത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇനി ഒരു UDF തരംഗം ഉണ്ടാകും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമാറുള്ള പ്രവർത്തനവും UDFിലെ ഘടകകക്ഷികൾ നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയും മുന്നണി വിട്ടുവരും എന്ന് ചർച്ച നടന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നു. പ്രധാനിയായിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു. തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാനായിട്ട് അവർ തയ്യാറെടുക്കുന്നു. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാലയാണ് അതിപ്രധാനമായിട്ടുള്ളത്. പക്ഷെ പാലയിൽ ഇപ്പോൾ ജോസ് കെ മാണിക്കൊരു മേൽവിലാസമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. മാണി സി കാപ്പൻ വിജയിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും സ്വതന്ത്രന്മാരാണ് അവിടെ വിജയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ തിരുവമ്പാടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ടേക്ക് വരുന്നതിൽ ചിലരൊക്കെ അതൃപ്തിയും പ്രകടിപ്പിച്ചു നിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. കാരണം അവർ പുറന്തള്ളപ്പെടും. കാരണം ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസിൽ പ്രബലമായ വിഭാഗം. കേരള കോൺഗ്രസ് ഒരുപാടുണ്ട്.
ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള എല്ലാ അക്ഷരങ്ങളും കേരള കോൺഗ്രസിലുണ്ട്. അതിൽ പ്രബലം മാണിയാണ്, പിന്നെ വരുന്നത് ജോസഫാണ്, പിന്നെ ജേക്കബുണ്ട്, ബാലകൃഷ്ണപിള്ളയുണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്. ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ഞാഞ്ഞൂൽ കക്ഷികളാണെങ്കിൽ പോലും ഇവർക്കൊക്കെ അധികാരത്തിൻ്റെ അപ്പകഷ്ണം ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആന്റണി രാജു എങ്ങനെ മന്ത്രിയായി? ലോട്ടറി അടിച്ചതുപോലല്ലേ. 2.5 വർഷക്കാലം മന്ത്രിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. ഇനിയില്ല, 2026 തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി ഇല്ല, അത് കുഴി തോണ്ടിക്കഴിഞ്ഞു. അത് വേണമെന്നും ആന്റണി രാജുവിന് താല്പര്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയും കിട്ടത്തുമില്ലെന്നുള്ളതാണ്. ഇനിയിപ്പോൾ മുന്നണി വിട്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ അവിടെ വലിയ സ്ഥാനമൊന്നും ഉണ്ടാകത്തില്ല. ഏറിയാൽ ഏതെങ്കിലും വല്ല ബോർഡ് ചെയർമാൻ സ്ഥാനത്തിനെങ്കിലും വേണ്ടി കടിച്ചു പിടിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ജോസഫ് വിഭാഗത്തിന് നമ്മുടെ ജോസ് കെ മാണി, കുഞ്ഞുമാണിയും സംഘം അങ്ങോട്ട് ചെല്ലുന്നതിന് വലിയ താല്പര്യം ഇല്ല. കാരണം അവരുടെ പ്രാധാന്യം കുറയും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ അങ്ങോട്ടുള്ള വരവ് എതിർക്കുന്നത്. പിന്നെ ഈ LDF RJDയുമായിട്ടും UDF ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. RJDയിലും ഒരു MLA ആണുള്ളത്. RJD മുന്നണി വിട്ട് വരാനായിട്ടുള്ള താല്പര്യക്കുറവൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. ഈ ജോസ് കെ മാണി പറയുന്നത് ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് പറയുന്നത്. ഈ ആവർത്തിച്ച് പറയുന്നവരെ സൂക്ഷിക്കണം. അവരായിരിക്കും പിന്നീട് മറുകണ്ഠം ചാടിപ്പോരുന്നത്. രായ്ക്ക് രാമാനം മറുകണ്ഠം ചാടിയിട്ടുള്ളവരെല്ലാം അതിന് തലേ ദിവസവും വരെയും പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ മുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ്. ഇവിടെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ സ്വഭാവവും അവരുടെ പാർട്ടിയുടെ സ്വഭാവവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ജോസ് കെ മാണിയും സംഘവും 26 തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാകും. ഇതിൻ്റെ പിന്നിൽ മറ്റു പല ചർച്ചകൾ നടക്കണമല്ലോ. എത്ര സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കും? ജോസ് കെ മാണിയെ സുരക്ഷിതമായിട്ട് നിയമസഭയിൽ എത്തിക്കണം. അതൊരു പ്രധാന കണ്ടീഷനായിരിക്കും. കാരണം പാലയിൽ തോറ്റത് കൊണ്ട് ഇനിയും പോയി പാലയിൽ നിന്ന് കളിക്കാൻ ജോസ് കെ മാണി തയ്യാറാകത്തില്ല. ജയിക്കുക മാത്രമല്ല, ഒരു പ്രധാന വകുപ്പ് കൊടുക്കണം. കെ എം മാണി നമുക്കറിയാം. കെ എം മാണിയെ എന്നും കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത് ധനകാര്യമന്ത്രിയായിട്ടാണ്. പിന്നീട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ചിലരൊക്കെയാണ് പൊളിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ UDF അണിയറ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം എത്ര സീറ്റ് കൊടുക്കും, എത്ര മന്ത്രിമാരെ കൊടുക്കും? കാരണം അതിലേക്ക് പോകാറായി. UDF അധികാരത്തിൽ വരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ സ്ഥിതിക്ക് ഇപ്പം UDF തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് മുന്നണി വിപുലീകരണ ചർച്ചകൾക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ് എന്ന്. LDF ഇതിനകത്തൊന്നും പ്രതികരിച്ചിട്ടില്ല. ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് പോകുമെന്നോ പോകില്ല എന്നോ പറഞ്ഞിട്ടില്ല. പോകും എന്ന് അവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും 26 ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മാറ്റം UDF കൂടുതൽ അനുകൂലമായ സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.